ഹായ് മക്കളെ, നിങ്ങളുടെ +1 റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി കുട്ടികളുടെ കോൾ വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ സങ്കടം തന്നെയാണ്. സാർ, എനിക്ക് SSLC ഫുൾ A+ ഉണ്ടായിരുന്നു, പക്ഷേ +1 എനിക്ക് ആകെ 80% മാർക്കേ ഉള്ളൂ. മറ്റൊരു കുട്ടി, സാറേ ഞാൻ മാത്സിന് ജസ്റ്റ് പാസ്സാ സാറേ. വേറൊരു കുട്ടി, സാറേ എനിക്ക് ഫിസിക്സിന് ഡബിൾ പാസ് മാർക്ക് പോലും കിട്ടിയിട്ടില്ല സാറേ. അപ്പം ഇവരോടൊക്കെ ഞാനൊരു 5-6 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോൺ വെക്കുമ്പം അവർ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. സോ എന്താണ് അവരോട് പറഞ്ഞത് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടും പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഇത് നമ്മുടെ +2 ചാനലാണ്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആ ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുക. മാത്രമല്ല ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ എടാ, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പ് എന്താ നമുക്ക് ഇതുവരെ സംഭവിച്ചെന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് +1 ഇത്ര മാർക്ക് കുറഞ്ഞത്? നെഞ്ച് കൈവച്ച് ആലോചിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൻസർ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് തന്നെയല്ലേ. യെസ്, മാത്സിൻ്റെ പരീക്ഷ കുറച്ച് ടഫായിരുന്നു, പക്ഷെ എന്നാലും അത് എഴുതാൻ മാത്രം മര്യാദയ്ക്ക് പഠിച്ചവർക്കൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. മാത്സിൽ ഫുൾ സ്കോർ വാങ്ങിയ കുട്ടികൾ നിങ്ങളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മാത്സിൽ മാത്രമാണോ മാർക്ക് പോയത്? ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് പോയിട്ടില്ലേ? റീസൺ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെയല്ലടാ. നിങ്ങളുടെ സമയം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനും ഗെയിമുകൾക്കും സ്നാപ്ചാറ്റിനും പിന്നെന്താ ISLനും IPLനൊക്കെ കൊടുക്കുകയല്ലേ ചെയ്തത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വെറുതെ കിട്ടൂല. അതായത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു 80% ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ലക്ഷ്യമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അവസാനമൊക്കെ മര്യാദയ്ക്ക് പഠിച്ചാൽ, ജനുവരിക്ക് ശേഷം മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സമയം സ്പെൻഡ് ചെയ്യണം. അതായത് പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ വേറെ എന്താണോ ചെയ്തത് ആ സാധനം സ്റ്റോപ്പ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് +2 ഫുൾ മാർക്ക് എന്നതല്ലേ ഈ ടോപ്പിക്ക്. പഠിക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ സമയം സ്പെൻഡ് ചെയ്യാൻ റെഡിയുള്ള കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. സോ ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യണം, അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള കുറച്ച് മോട്ടിവേഷൻസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തരാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സാറേ ഞാനൊരു 2 മണിക്കൂർ പഠിക്കാൻ തയ്യാറാവണമെന്നുള്ളത്. കാരണം ഡെയിലി 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്താണെങ്കിൽ നിങ്ങളെല്ലാ പ്രോബ്ലവും സോൾവ് ആവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, സോ അതാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, +1ൻ്റെ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യെസ്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സാധാരണ സെപ്റ്റംബറിലൊക്കെ ആയിരുന്നു നടക്കാറുള്ളത്. മിക്കവാറും നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ +2 പരീക്ഷയുടെ കൂടെ തന്നെയായിരിക്കും. പക്ഷേ എന്നാലും ഇപ്പം നിങ്ങൾ ആലോചിക്കും, അത് വലിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റടാ. എടാ നിങ്ങൾ നോക്കടാ, ഈ നീറ്റും JEE എഴുതുന്ന കുട്ടികൾ +1ലെയും +2ലെയും 3 സബ്ജക്റ്റുകളാണ് നീറ്റ് ലെവൽ അല്ലെങ്കിൽ JEE ലെവലിൽ ഒരൊറ്റ ദിവസം പരീക്ഷ എഴുതുന്നത്. ഇത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എനിക്ക് 2 മണിക്കൂർ നിങ്ങളുടെ ക്വാളിറ്റി ടൈം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും +1 മാത്രമല്ല, ഇനിയിപ്പോൾ 10ാം ക്ലാസ്സും കൂടെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന മാർച്ചിൽ എഴുതാൻ പറ്റും. സോ മാർച്ച് തന്നെയാണ് പരീക്ഷ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കരുതിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇമ്പ്രൂവ്മെൻറ്റിനും കൂടെ വേണ്ടി ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരുവിധ മാർക്കുകളും പെർസെൻറ്റേജുകളും ഒക്കെ കൂടും. കാരണം 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന സാധനമാണ്, അവസരമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് +1 ഇംഗ്ലീഷ് തന്നെയാണ് +2ലും വരുന്നത്. ചാപ്റ്ററുകൾ മാത്രമേ മാറുന്നുള്ളൂ. സോ രണ്ടിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. സോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്തായാലും എഴുതണം ആൻഡ് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യും. അതിന് വേണ്ടി ഇനി അങ്ങോട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യലാണ്. അതായത് ഈ 2 മണിക്കൂർ നിങ്ങൾ സ്കൂളിലുള്ള ഹോംവർക്ക് തരലും മറ്റേ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യലും പ്രൊജക്റ്റ് ചെയ്യലും അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഠിക്കേണ്ട സമയമായിരിക്കണം. 2 മണിക്കൂർ പഠിക്കേണ്ട സമയമായിരിക്കണം. ആൻഡ് നിങ്ങളോട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളെ സ്കൂളിൽ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. ആ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് മനസ്സിലായി ക്ലാസ്സിൽ അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കടാ. എന്തായാലും ക്ലാസ്സിലിരിക്കുന്ന ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് രാത്രി വന്ന് അതൊന്ന് പഠിച്ചു നോക്ക്. ഇനി അതുമല്ലെങ്കിൽ എന്താ, ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ നല്ല ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സ് വെച്ചിട്ട് ഓരോ ദിവസം അല്ലെ 2 ദിവസത്തിൽ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷന് പോകുന്നുണ്ടാവും. ആ ട്യൂഷൻ നല്ലതാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്കത് മാർക്കിലേക്ക് എത്തുന്നത്. അതായത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് യൂട്യൂബ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്താ,
എജ്യൂപോർട്ട് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്തോ, ഞങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. +2 നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 ക്ലാസ്സസ് നമ്മൾ ഓപ്പൺ ചെയ്ത് തരും. ആൻഡ് നിങ്ങൾക്ക് എന്താ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി +2 കൂടെ തന്നെ പഠിക്കാവുന്നതാണ്. പക്ഷേ എന്തൊക്കെ വന്നാലും നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഡെയിലി 2 മണിക്കൂർ. ആൻഡ് ആ 2 മണിക്കൂർ നിങ്ങൾ ഫിക്സ്ഡ് ആക്കണം കേട്ടോ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ രാത്രി 7 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 8 മണി മുതൽ 10 മണി വരെ, അല്ലെങ്കിൽ രാവിലെ 5 മണി മുതൽ 7 മണി വരെ എന്താണ് നിങ്ങൾ വേറെ ഒരു കാര്യവും ചെയ്യില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും. ആ ഒരു തീരുമാനം എന്ത് ചെയ്യുക, ഇന്ന് മുതലെടുക്കുക. +2 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇന്ന് ക്ലാസ് തുടങ്ങുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം, അതായത് മാർച്ചിൽ നിങ്ങൾ പരീക്ഷ കഴിയുന്നത് വരെ രാത്രി 7 മണി മുതൽ 9 മണി വരെ ഞാൻ ഒന്നുകിൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കുക. പറ്റാച്ച അമ്മേനോടോ അച്ഛനോടോ അനിയനോ അനിയത്തിനോടൊക്കെ പറയാം. കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിക്കോട്ടെ, പക്ഷേ ഫോണ് തോണ്ടിയിരിക്കരുത്, വേറൊന്നും ചെയ്യരുത്. അത് നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറ്റുന്ന കാര്യമുള്ളൂ. ആൻഡ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചില കുട്ടികൾ ഞാനിങ്ങനെ കാണുന്ന കേസ് എന്താ വെച്ചാൽ എല്ലാം യൂട്യൂബിലുണ്ടല്ലോ, അതുകൊണ്ട് വെറുതെ പാരൻസിൻ്റെ പൈസ കളയണ്ടെന്ന് വെച്ചാൽ, അതായത് പാരൻസിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്ന മക്കൾ നിങ്ങൾ അത് തന്നെ ചെയ്യുക. പക്ഷേ പൈസ ലാഭിക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്യേണ്ടെന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊന്നും കൊണ്ടല്ല. കാരണം യൂട്യൂബൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഇപ്പം ഞങ്ങളുടെ ആപ്പിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ തരും. അവിടെ ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നവംബറോടുകൂടി നിങ്ങളെ പോർഷൻസ് ചെയ്തും പിന്നെ റിവിഷൻ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഡെയിലി എന്ത് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. അത് വേർത്താണ് നിങ്ങൾക്ക്. കാരണം ഈ ഒരു 5000 റുപ്യ 6000 റുപ്യ എന്താണ് ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന കോഴ്സിൻ്റെ ഒരു മാസത്തെ ഫീസായിരിക്കും അത്. അപ്പം അതെന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി നല്ല ചാനലുകൾ നോക്കി എജ്യൂപോർട്ട് തന്നെ ഏത് ചാപ്റ്റർ ആണെങ്കിലും എജ്യൂപോർട്ട് ഒന്ന് എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള 2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാനിത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, +2 പഠിക്കുമ്പോൾ എൻ്റെ സാറ് ട്യൂഷൻ സെൻ്ററിലെ കോച്ചിങ് സെൻ്ററിലെ സാറ് ഞങ്ങളോട് പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്താണ്, 30 വയസ്സാകുമ്പം നിനക്ക് എന്താണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോകണോ അതോ ഡ്രൈവറെ വണ്ടി എടുക്കണോ എന്ന് പറയണമെന്ന് ചോദിക്കുക. എല്ലാവരും പറയും ഡ്രൈവറെ വണ്ടി എടുക്കണം. ഏത് വണ്ടിയടാ, ബെൻസന്നെ വേണമെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റ്, ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഇതൊക്കെ മാറ്റം വരാൻ പോകുന്നത് 30 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ലൈഫിൽ ഒന്നും ആയിട്ടില്ല എന്ന് അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവിട്ട്. അതുവരെ നമ്മൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും. ഏത് കോളേജിൽ നിങ്ങൾ അടുത്ത വർഷം പഠിച്ചാലും നല്ല രസമാണ്, ഫുൾ ഓളായിരിക്കും. സിനിമക്ക് പോക്കും പാട്ടും ഡാൻസും റീൽസും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ലൈഫ് സീരിയസ് ആകുമ്പോൾ, ജോലിക്ക് കയറുമ്പോൾ, എന്താ പറയുക, ഇഷ്ടത്തോടുള്ള ജോലി ചെയ്യാൻ, നല്ല സാലറി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇപ്പോൾ പഠിക്കാനാണ്. സോ ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ്. ഒരൊറ്റ വർഷമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, പിന്നെ ലൈഫ് സെറ്റിലായിരിക്കും. പഠിച്ചുകൂടെ നിങ്ങൾക്ക്? 2 മണിക്കൂറിലൊരു ദിവസം ചോദിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങളെ പാരൻസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കടാ, എത്രമാത്രം അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതായത് ബസ്സിലൊക്കെ, ഞാൻ വൈകുന്നേരമൊക്കെ ബസ്സിലൊക്കെ വരുമ്പോൾ നിങ്ങളെ പാരൻസിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് തൂങ്ങി പിടിച്ചൊക്കെ വരുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ അങ്ങനെ വരുമ്പോഴും വാടി തളർന്ന് വീട്ടിലെത്തുമ്പോൾ അവരെന്തായാലും നിങ്ങളോട് പറയുന്നില്ല, മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ടാവും, ഒരു 4-5 വർഷം കൂടെ അല്ല എനിക്ക് കഷ്ടപ്പാടുള്ളൂ, എൻ്റെ മോള് അല്ലെ എൻ്റെ മോൻ വലുതാകുന്നുണ്ട്, അവനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ആ സ്വപ്നം കാണുന്ന പാരൻസിൻ്റെ മക്കളാണ് ഫുൾ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ഗെയിമിലും ISL IPL പറഞ്ഞ് ഫാൻ ഫൈറ്റ് നടത്തിയിരിക്കുന്നത്. പാരൻസിൻ്റെ മുഖം ആലോചിച്ച് നോക്കടാ, നിങ്ങളിൽ അവരൊരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വർഷമല്ലേ ഞാൻ ചോദിക്കുന്നത്, അതും ഡെയിലി 2 മണിക്കൂർ മാത്രം. പഠിച്ചൂടെ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റില്ലേ? സോ ഇന്ന് ആ തീരുമാനം എടുക്കുക. എജ്യൂപോർട്ടിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഫോം ഇവിടെ ഫില്ല് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അത് എനിക്ക് നിർബന്ധമില്ല, ഇതൊരു ബിസിനസ് വീഡിയോ അല്ല കേട്ടോ. നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ പഠിച്ചാൽ മതി. പഠിക്കണം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാരൻസിന് വേണ്ടി.